ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണെന്നും അതുപോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നുമാണ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് മുന്നിൽ വളരെ യാദൃശികമായാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് ഇതിലുണ്ട് എന്നാണ് അർത്ഥം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുക. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹം കൂടി ഈ സമയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായും ഇവിടെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വളരെയധികം മാനസിക ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നിങ്ങളെ അലട്ടുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം ലഭിക്കാത്തതും അതുപോലെ റിലേഷൻഷിപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ നിങ്ങളെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടാവാം, അല്ലെങ്കിൽ സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും ഒരു ചീറ്റിംഗ് നേരിട്ടതാവാം. നിങ്ങളിപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാവണം എന്നാണ്. അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സാമ്പത്തിക അടിത്തറ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ അതിനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോഴുണ്ടായ സാമ്പത്തിക നഷ്ടം മറ്റുള്ളവരെ അകമഴിഞ്ഞ് വിശ്വസിച്ച് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തതാവാം. തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ ഇനിയും ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. കാരണം പണം തട്ടിയെടുത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ്. നിങ്ങൾക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടം നികത്താൻ ഇപ്പോൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തകർന്ന ആ ഒരു ഇടത്തു നിന്ന് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർന്നു വരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇരുട്ട് നിറഞ്ഞ ആ ഒരു ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് വരാനിരിക്കുന്നത്. ഒരു വെളിച്ചം വന്നെത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സ്വന്തം കാലിൽ നിൽക്കണം, അതുപോലെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടമാക്കാൻ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നും മാറി
ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുവാനുമൊക്കെ തയ്യാറാവുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണ്. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിരിക്കണം ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന പോലെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണ്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹവും അംഗീകാരവും ലഭിക്കുന്നതായാലും അങ്ങനെ ഏത് തരത്തിലായാലും ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സംഭവിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. ഒരു മജീഷ്യൻ എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ലഭിക്കാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നല്ല സ്വഭാവത്തോടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നല്ലൊരു തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് മറികടക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ മാറിക്കിട്ടുന്നതിന് ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അതുമാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ പല സമയത്തും പരാജയങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. നിങ്ങളുടെ ആ ഒരു മാനസിക ആരോഗ്യം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തിക്ക് മുന്നിൽ എല്ലാം നിങ്ങൾ സമർപ്പിച്ചു. തീർച്ചയായും നിങ്ങൾ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോയവർ അവരുടെ തെറ്റു മനസ്സിലാക്കി അത് തിരുത്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്. ഇത് ഒരുപക്ഷെ ചില വ്യക്തികൾക്ക് മാത്രമായിരിക്കും റെസനേറ്റ് ചെയ്യുക. അപ്പോൾ ചില വ്യക്തികൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹം പോലും വേണ്ട എന്ന് വെച്ചിട്ട് പോയ ഒരാളായിരിക്കാം ഈ ഒരു പേഴ്സൺ. ഒരുപക്ഷെ മറ്റു ചിലരുടെ സ്വാധീനത്താൽ എടുത്തു ചാടി പോയതാവാം. എങ്കിൽ പോലും അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചിലർക്ക് മാത്രമേ റെസൊനേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവുക എന്നാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മോശം അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മറക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തിയെ ആവാം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാവാം അവർ പോയതെങ്കിലും അത് നിങ്ങൾക്ക് അറിയാമെങ്കിലും അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് വെറുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. അതൊരു വേദനയായി തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ തരത്തിലും നിങ്ങൾ പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം. സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പക്കലുള്ളതെല്ലാം നേടിയെടുത്തതിന് ശേഷം അതിപ്പോൾ പണമായാലും സ്നേഹമായാലും അതിനുശേഷം നിങ്ങളെ അവഗണിച്ച ചില സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള പല വ്യക്തികളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളോട് ഇത്തരത്തിൽ വിശ്വാസവഞ്ചന കാട്ടിയത്
അവർക്ക് തീർച്ചയായിട്ടും അവരാരാണെങ്കിലും അവർക്ക് ഈശ്വരൻ ശിക്ഷ കൊടുക്കും. നിങ്ങൾ സഹിച്ചതിനും പൊറുത്തതിനും നിങ്ങളുടെ നല്ല മനസ്സിനും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുമെല്ലാം അർഹിക്കുന്ന ഫലം തീർച്ചയായും നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇടറി വീണ ആ ഒരു ഇടത്തു നിന്നും ഉയർന്നു വരാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടവർ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറി അത് മറികടന്ന് ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് പോകുന്നു, ഒരു ഫുൾ എനർജിയിലേക്ക് കടക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു പുതിയ ആത്മീയ ഉണർവ് നേടാനും നിങ്ങൾ വലിയൊരു പരിവർത്തനം സൃഷ്ടിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പഴയ ചിന്താരീതികളിൽ നിന്നും മോചനം നേടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ പുതിയ യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതായും ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കടക്കുന്നതായും കാണുന്നുണ്ട്. പുതിയ ഐഡിയാസ് ലഭിക്കുന്നതോടുകൂടി നിങ്ങൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ, അതിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലാവാം അല്ലെങ്കിൽ മറ്റ് മേഖലയിലാവാം, അങ്ങനെ നിങ്ങൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്കിപ്പോൾ വളരെയധികം സാധ്യതകളും അവസരങ്ങളുമുള്ള സമയമാണിത്. തീർച്ചയായും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ ഒരുപാട് പേര് ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്, നിങ്ങളുടെ സ്വന്തം കഴിവുകളെ വിശ്വസിച്ച് മുന്നേറുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാതെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് നിങ്ങൾ കരുതുന്ന പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്നാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളവരാണ് തീർച്ചയായും നിങ്ങൾ. അതുപോലെ തന്നെ കരിയർ സംബന്ധമായൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നിലവിലുള്ള ജോലികളിൽ നിന്ന് ഉയർച്ചയോ സ്ഥാനക്കയറ്റമോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനും, അതുപോലെ ജോലി കുറച്ചുകൂടി അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെയുള്ള ഒരുപാട് സാധ്യതകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.